ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു ഡ്രോയിങ് ചെയ്യാനുള്ള പ്ലാനിങ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഡ്രോയിങ് ബുക്കൊക്കെ ഉണ്ട്, കളർ പെൻസിലൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ഡ്രോയിങ് ആണ് ചെയ്യുന്നതെന്നല്ലേ ചിലരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. 3D ഡ്രോയിങ്ങിനെ കുറിച്ച് കേട്ടിട്ടെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും. അതായത് ചില ഒരു പേപ്പറിൽ നമ്മളൊരു സൈഡിൽ നോക്കുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഒരു ജീവിയോ അല്ലെങ്കിൽ ഒരു ബോട്ടിലോ ഒക്കെ അതുപോലെ തന്നെ വെച്ചേക്കുന്നത് നമുക്ക് ഒരു സൈഡിൽ നോക്കിയാൽ അതുപോലെ തന്നെ ഒരു ശരിക്കും ടേബിളിൽ ഇരിക്കുന്ന പോലെ തന്നെ തോന്നും. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഡ്രോയിങ്സ്, 3D ഡ്രോയിങ്സ് അപ്പോൾ എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ ഒരു സിമ്പിളായിട്ട് ഒരു റെഫറൻസ് യൂസ് ചെയ്താണ് നമ്മളിന്നൊരു ചെറിയൊരു 3D ഡ്രോയിങ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ടാണ് ഞാനിപ്പോൾ ഒരു ഡ്രോയിങ് ബുക്കും കളർ പെൻസിലും പിന്നെ പെൻസിൽസും ഒക്കെ എടുത്തു വെച്ചേക്കുന്നത്. ഇതൊക്കെ ഒരു ഷോ ആട്ടോ, നമ്മൾ ഉപയോഗിക്കുന്നില്ല, ചുമ്മാ വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ ചെറിയ സാധാരണ പെൻസിൽസ് യൂസ് ചെയ്ത്, അതായത് ഡ്രോയിങ് പെൻസിൽസ് യൂസ് ചെയ്ത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു 3D ഡ്രോയിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. ഒരു സിമ്പിൾ 3D ഡ്രോയിങ്. അപ്പോൾ എന്താണ് വരയ്ക്കുന്നതെന്നല്ലേ, അപ്പോൾ ഒരു സിമ്പിൾ ഗ്ലാസ് ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ടേബിളിൽ ഇങ്ങനെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്, കാണത്തില്ലല്ലേ? ഇവിടെ ഉണ്ട് ഗ്ലാസ്. അപ്പോൾ ടേബിളിൽ നമ്മളിങ്ങനെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ശരിക്കും ഇവിടെ ഒരു ഗ്ലാസ് ഇരിക്കുന്ന പോലെ തന്നെ തോന്നും. അങ്ങനത്തെ ഒരു ഡ്രോയിങ്, ഒരു 3D ഡ്രോയിങ്. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് നേരെ ഡ്രോയിങ്ങിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ഗ്ലാസിൻ്റെ ഡ്രോയിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ ഗ്ലാസിൻ്റെ ഒരു റെഫറൻസ്. ഓക്കെ, പിന്നെ ഒരു റെഫറൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡ്രോയിങ് ചെയ്യാനായിട്ടൊരു A3 സൈസ് പേപ്പർ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം വലിയ പേപ്പറാണിത്, A3 സൈസാണ് പേപ്പർ. പിന്നെ നമുക്ക് വേണ്ടത് ഡ്രോയിങ് പെൻസിൽസ് ആണ്. നമ്മളിവിടെ പെൻസിൽ ഡ്രോയിങ് ആണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്ലാസിൻ്റേത്. അപ്പോൾ ഏറെക്കുറെ നമുക്ക് സാധാരണ പെൻസിൽ കൊണ്ടും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4-5 ഷെയ്ഡിലുള്ള ഡ്രോയിങ് പെൻസിൽസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ഇറേസറും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു 3D ഡ്രോയിങ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ഗ്ലാസ് എടുക്കുക. ഗ്ലാസ് നമ്മുടെ പേപ്പറിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിലായിട്ട് നമ്മളിങ്ങനെ വെക്കുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കോർണറിലാണ് വെച്ചേക്കുന്നത്. അടുത്തതായിട്ട് നമുക്കൊരു പെൻസിൽ എടുത്തിട്ട് ഈ ഗ്ലാസിൻ്റെ ബേസ് മാത്രം ചെറുതായിട്ടൊന്ന് ട്രേസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സൈഡ് മാത്രമേ ഞാൻ ട്രേസ് ചെയ്തിട്ടുള്ളൂ. നമ്മളിങ്ങനെ വെച്ചാൽ കണ്ടില്ലേ. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഏത് പെർസ്പെക്റ്റീവിൽ നിന്നാണ് നമ്മൾ ഗ്ലാസിനെ നോക്കുക എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നോക്കുന്നതായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ലൈറ്റ് സോഴ്സ് ഇവിടെയാണ്. നമ്മൾ ഒരു നിലത്തു നിന്ന് ഒരു 4 ഫീറ്റ് പൊക്കത്തിൽ, ഞാനിപ്പോൾ ക്യാമറ സെറ്റ് ചെയ്യുന്നത് നിലത്തു നിന്ന് ഒരു 4 ഫീറ്റ് പൊക്കത്തിൽ, അതായത് ഒരു ടേബിൾ ലെവലിൽ ഇരിക്കുന്ന ഒരാളെ കാണാവുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മളൊരു 4 ഫീറ്റ് നോക്കുമ്പോഴത്തേക്ക് ഈ ഗ്ലാസിൻ്റെ ടോപ്പ് ഭാഗം എവിടം വരെ കവർ ചെയ്യുന്നു എന്നാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ച് നമ്മളൊന്ന് പെർസ്പെക്റ്റീവ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു സ്കെയിൽ എടുത്തിട്ടുണ്ട്. ഈ സ്കെയില് നമ്മുടെ ഗ്ലാസ്സിൽ നമ്മളിങ്ങനെ ഒന്ന് ചേർത്ത് വെക്കുവാണ്, ഗ്ലാസിൻ്റെ സൈഡിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്ലാസിൻ്റെ സൈഡിൽ ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു പൊക്കത്തിൽ, അതായത് ഒരു 4 ഫീറ്റ് പൊക്കത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഗ്ലാസിൻ്റെ വക്ക് എവിടം വരെയാണ് കവർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഫീറ്റ് പൊക്കത്തിൽ നിന്നൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 2 മാർക്കുകൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് കാണാമെന്ന് അറിയത്തില്ല, ഇവിടെയാണ് 2 മാർക്കുകൾ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കെയിൽ വെച്ചൊന്ന് മാർക്ക് ചെയ്തതിനും ഇവിടെ ആയിട്ടാണ് ഈ എൻഡ് വരുന്നത്. അതായത് അപ്പോൾ നമ്മളൊരു 4 ഫീറ്റ് പൊക്കത്തിൽ നിന്ന് നമ്മുടെ ഗ്ലാസ് നോക്കുമ്പോഴത്തേക്കും ഈ പേപ്പറിൻ്റെ ഇത്രയും ഭാഗം നമുക്ക് കാണാൻ പറ്റില്ല. ഈ ഗ്ലാസ് കാരണം ഇത്ര ഭാഗം കവറായി പോകും. ഓക്കെ, അപ്പോൾ അത്രയും ഭാഗമാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ ഗ്ലാസ് നമ്മൾ വരയ്ക്കാനും പോകുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് നിന്ന് നോക്കാവുന്ന പാകത്തിന് നമ്മൾ നോക്കുന്ന രീതിയിൽ നമ്മൾ ഗ്ലാസ് വെക്കുക, നമുക്ക് വരയ്ക്കാനായിട്ട് എളുപ്പമുള്ള രീതിയിൽ. ഇനി നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് നമ്മുടെ ഗ്ലാസിൻ്റെ ഈ ടിപ്പ് ഈ 2 പോയിന്റിൽ അലൈൻ ആയി വരുന്ന പോലെ നമ്മൾ ആ ഒരു ആംഗിളിൽ നോക്കിയിട്ട് നമ്മുടെ ഗ്ലാസിനെ അതുപോലെ ട്രേസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഗ്ലാസിൻ്റെ ട്രേസിങ് ഒരു ഇത്രയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ചുമ്മാ റഫ് ആയിട്ടൊന്ന് ട്രേസ് ചെയ്തേക്കുന്നതാണ്. ഇനി നമ്മൾ ശരിക്കും ഈ ഗ്ലാസിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ ഒന്ന് നോക്കി നമ്മുടെ സ്കെയിൽ എടുത്ത് ഈ ലൈനൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നല്ല സിമ്പിളായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല ലൈൻസ് ഇടാനാണ് പോകുന്നത്. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഗ്ലാസിന്റെ ഡൈമെൻഷൻസ് വെച്ചിട്ട് അതിന്റെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് ഷെയ്ഡിങ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്ലാസ്സിലോട്ട് എവിടെ നിന്നാണ് ലൈറ്റ് വന്ന് പതിക്കുന്നത് നമ്മൾ ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മുടെ ഗ്ലാസ് തന്നെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിനനുസരിച്ചുള്ള ഷെയ്ഡ്സ് നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പടത്തിലോട്ട് തന്നെ നമുക്ക് കോപ്പി ചെയ്താൽ മതി. അപ്പോൾ എന്തോരം തിക്നെസ് ആണ് അതിൻ്റെ ഈ വക്കിനൊക്കെ തിക്നെസ് ഒക്കെ നോക്കി നമ്മൾ തിക്നെസ് ഒക്കെ ഇടുന്നു. പിന്നെ അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ തിളക്കങ്ങളൊക്കെ നമ്മൾ അതുപോലെ ചെറിയ മാർക്ക് ചെയ്തിടുന്നു. പിന്നെ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇച്ചിരി തിക്കായിട്ട് കൊടുക്കാനുള്ളത് തിക്കാക്കുന്നു. അതുപോലെ തന്നെ ഡാർക്ക് ആണുള്ളത് നമ്മൾ ചെറിയ രീതിയിൽ പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്ത് വിടാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ നമ്മുടെ ഗ്ലാസും അതുപോലെ തന്നെ നമ്മുടെ ഡ്രോയിങ്ങും കൂടെ അടുത്തടുത്തായിട്ട് വെച്ചിട്ട് ഒരു ചെറിയൊരു പിക്ചർ എടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഈ പിക്ചറിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ഇതിൻ്റെ ഷെയ്ഡിങ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഇത് ഷെയ്ഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് ചെറിയ ഷെയ്ഡ് ഇടാനുള്ള ചെറിയ ബേസുകളും ചെറിയ വരകളും ഒക്കെ നമുക്ക് വരച്ചൊന്ന് ക്ലീൻ ആക്കാം. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഗ്ലാസിന്റെ ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ബേസ് എല്ലാം ഒന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് സ്മഡ്ജ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ ഷെയ്ഡുകളെല്ലാം നമ്മൾ പെൻസിലോട് ഇട്ടേക്കുന്നത് ചെറിയ ഹാർഷ് ആയിട്ടുള്ള ഷെയ്ഡുകളാണ്. അപ്പോൾ ചെറിയൊരു കോട്ടനോ അല്ലെങ്കിൽ ചെറിയൊരു ഇയർ സ്വാബോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുമ്പോഴും എല്ലായിടത്തും സ്മഡ്ജ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഗ്ലാസ് ആണ്. അപ്പോൾ ഗ്ലാസ് വരയ്ക്കുമ്പോഴത്തേനും കുറേ സ്ഥലങ്ങൾ ഷാർപ്പായിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് ശരിക്കും ഗ്ലാസ് ആണെന്ന് തോന്നത്തുള്ളൂ. ഷെയ്ഡ്സ് ഒക്കെ ചില സ്ഥലത്ത് ഷാർപ്പായിരിക്കണം, ചില സ്ഥലത്ത് സ്മഡ്ജ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതും ഒന്ന് നമ്മുടെ ഈ എക്സാമ്പിൾ എടുത്ത് നമ്മളെ പിക്ചറിൽ നോക്കിയിട്ട് നമ്മളൊന്ന് കറക്റ്റ് ആക്കി ഒന്ന് വേണം ഷെയ്ഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഒന്ന് ഷെയ്ഡ് ഇട്ടിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്ലാസിൻ്റെ 80% വർക്ക് നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോ ചെറിയ ചെറിയ സ്ഥലങ്ങളും നല്ലോണം നോക്കി അതിൻ്റെ ഡീറ്റെയിൽസ് ഒട്ടും പോകാതെ നമ്മൾ കറക്റ്റായിട്ട് ഡീറ്റെയിലിംഗ് ചെയ്യണം. ഓക്കെ, അതാണ് ഇനി അടുത്ത പ്രോസസ്സ്. അത് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സും അത് തന്നെയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഗ്ലാസിൻ്റെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഡീറ്റെയിൽ ഒക്കെ കൊടുത്തു, വേണ്ട രീതിയിൽ ചെറിയ ചെറിയ ഷെയ്ഡൊക്കെ കൊടുത്തു. എന്തായാലും ഇപ്പോൾ കാണാനായിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് അവിടുന്ന് ക്യാമറ നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് പെർസ്പെക്റ്റീവിൽ നമുക്ക് ഗ്ലാസ് കാണാൻ പറ്റും. അതേസമയം നമ്മൾ ഈ പേപ്പർ ചെറുതായിട്ടൊന്ന് തിരിക്കുകയാണെങ്കിൽ കണ്ടില്ലേ പോയി. അപ്പോൾ ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ശരിക്കും ഇത് 3D ആയിട്ട് തോന്നുന്നത്. അതാണ് നമ്മുടെ 3D ഗ്ലാസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു 3D ഗ്ലാസ് വരച്ചെടുക്കുന്നത്. സാധാരണ ഗ്ലാസ്സിന് ഒരു റെഫറൻസ് ആയിട്ട് വെക്കാനായിട്ടുള്ള കാരണം നമുക്ക് ഒരു റെഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നോക്കി വരയ്ക്കാം. ഫോണിനകത്താണെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുവാണെങ്കിൽ കറക്റ്റ് അതിൻ്റെ ആ ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കറക്റ്റായിട്ട് മനസ്സിലാവും. പെട്ടെന്ന് എളുപ്പത്തിൽ വരയ്ക്കാനും പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ബോട്ടിലുകൾ വരയ്ക്കാം. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ചുമ്മാ ഒരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്തൊരു ഫോട്ടോ എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള 3D ഡ്രോയിങ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഒരു 3D ഡ്രോയിങ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ 3D ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു ഡിഫറെൻറ്റ് ഐറ്റം ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.